കായംകുളത്ത് ഒരു പയ്യനൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാനങ്ങനെ ചാരിറ്റി വീഡിയോസ് ചെയ്യുന്ന വളരെ കുറവാണ്. അപ്പം നമ്മുടെ പിള്ളേരെല്ലാം പറഞ്ഞ് അന്ന് അഫ്സലിനെ വിളിച്ചു. അഫ്സൽ മലപ്പുറത്ത് വൈഫ് ഹൗസിൽ പോയിരിക്കുക. അന്നേരം ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ആ വീഡിയോ ചെയ്തു. അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്ത് അത്യാവശ്യം കയറി. പിന്നെ കുറേ നാൾക്ക് ശേഷം ഞാൻ വെഡ്സിൻ്റെ ഇങ്ങനെ ഇറങ്ങി വരുമ്പം ഒരു ഉമ്മ വന്നിട്ട് എന്നെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, മോനെ എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. എൻ്റെ മോൻ്റെ വീഡിയോ ആയി ചെയ്തത് ബിലിവേഴ്സിൽ സർജറി ആയിട്ട്. അത് ഹൈവേയുടെ നാഷണൽ ഹൈവേയുടെ കുഴി എടുത്തിട്ട് മറിഞ്ഞു വീണ് കൂടുതൽ 2 ആക്സിഡന്റ് നടന്നു. ഒരു ആക്സിഡന്റിൽ ഒരു പയ്യൻ മരിച്ചു. ഈ പയ്യന് സീരിയസ് ആയിരുന്നു. പക്ഷേ അവൻ ആ വീഡിയോ ചെയ്ത് ഫണ്ട് കിട്ടി രക്ഷപ്പെട്ടു, ലൈഫിലേക്ക് തിരിച്ചു. അപ്പൊ ആ മാതാവിന് എന്നോടുള്ള ഒരു സ്നേഹം അത് വാക്കുകൾക്കപ്പുറം. അവരുടെ കണ്ണ് നിറഞ്ഞു എന്നെ കണ്ടപ്പോൾ. അതിനെക്കാട്ടി എനിക്ക് ഞെട്ടിച്ചത്, മോനെ എൻ്റെ മോന്റെ നിക്കാഹാണ് നാളെ, കല്യാണമാണ്. കല്യാണമാണ്. അപ്പം മോൻ എന്തായാലും വരണം. ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, നമ്മള് ആക്ച്വലി ഞാൻ ആ ടൈമിൽ എനിക്ക് ആ ഉമ്മയോട് എന്ത് പറയണം എന്നറിയത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞ മോനെ ഞാൻ കാണാൻ വരുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കാണാൻ വേണ്ടി വന്നില്ല. പിറ്റേന്ന് തന്നെ എനിക്ക് വെഡ്സിൻ്റെ വെച്ചിട്ട് ആ പയ്യനെ കാണാൻ പറ്റി. എന്താ പറയാ, അവൻ എന്നെ ഒന്ന് ഓടി ഒന്ന് കെട്ടിപ്പിടിച്ച്. അതൊക്കെ ഒരു എന്താ പറയാ, ഞാൻ ഒരിക്കലും ഞാൻ അക്സെപ്റ്റ് ചെയ്ത പോലും അല്ല. മീൻസ് അതൊരു എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ആ ഒരു ഉമ്മയുടെ വാക്കുകൾ ജീവിതത്തിൽ പതറി നിന്നൊരു മോന്റെ വീഡിയോ കാരണം അറിയാത്തവരോട് അറിഞ്ഞ് ഒരുപാട് പേര് സഹായിച്ചു. അപ്പൊ ബിലിവേഴ്സ് ഹോസ്പിറ്റലായിരുന്നു. അവിടെ ബില്ലടയ്ക്കാനായാലും അവൻ ആ ഒരു പഴയ ലൈഫിലേക്ക് തിരിച്ചു വന്നു. അതൊക്കെ തന്നെയാണ് എനിക്ക് അത് പറയണ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഉമ്മയുടെ ടൈം